കർണാടക സംഘവുമായി ബന്ധപ്പെട്ട എല്ലാം വിവരങ്ങളും കൃത്യമായി തന്നെ കിട്ടണം. അപ്പോൾ ഈ കർണാടക സംഘത്തിലേക്ക് പൂർണ്ണമായി എത്താനൊന്നും SITക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എവിടെയാണ് ഒരു തടസ്സമുള്ളത്? എത്രത്തോളം SITക്ക് അത്തരം വിവരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഇനി എന്താണ് സംഭവിക്കുക? റോഷ്നി, ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ആദ്യത്തെ 10 ദിവസത്തിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ആകെ 6 ആഴ്ച മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള സമയം. ഈ 6 ആഴ്ചക്കുള്ളിലാണ് എല്ലാ കാര്യങ്ങളിലേക്കും എത്തേണ്ടത്. ഇപ്പോഴുള്ള ഘട്ടം എന്ന് പറയുന്നത് പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു, പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതിനിടയിൽ പോറ്റിയുടെ ഉറ്റ സുഹൃത്തും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികൾ കൊണ്ടുപോയ അനന്ത സുബ്രഹ്മണ്യത്തിനെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പോറ്റിയുടെ സാന്നിധ്യത്തിലും അല്ലാതെയും ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പോറ്റിയും പോറ്റിയുടെ കേന്ദ്രീകൃതമായ ആളുകളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം പോയിരിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടതും. ഇനിയിപ്പോൾ പ്രധാനമായും ആവശ്യം ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് കടക്കുക, ഉദ്യോഗസ്ഥരുടെ അഴിമതിയിലേക്ക് കടക്കുക, ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ആദ്യഘട്ടം എന്ന നിലയിൽ എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചെയ്തത് എന്ന വിലയിരുത്തലിലേക്ക് എത്തുക. കാരണം അതിനൊരു പ്രസക്തി കൂടിയുണ്ട്. ഇതെന്ത് ചെയ്തു എന്നത് ഏറ്റവും കൃത്യമായി അറിയാവുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ തൊണ്ടി മുതൽ എവിടെയുണ്ട് അതേറെ പ്രധാനമാണ്. കാരണം അയ്യപ്പന്റെ ഈ പറയുന്ന ആഭരണങ്ങളും ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികളും അതൊക്കെ അതേ രീതിയിൽ തന്നെ എവിടെയെങ്കിലും മറിച്ചു വിട്ടിട്ടുണ്ടോ? അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മൊഴി നൽകിയതുപോലെ അതിന്റെ സ്വർണം ഒരുക്കി അത് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തതാണോ? അങ്ങനെ പങ്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി, അതിന്റെ മോൾഡും ചെമ്പും ഉൾപ്പെടെയുള്ള ഭാഗം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉറപ്പായും ഒരു കാര്യം വ്യക്തമാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ റോഷ്നി, ഈ ശബരിമലയുടെ ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ, ആ വാതിൽ സ്വർണം പൂശി കൊടുക്കുന്നത്, ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ പേരിൽ തന്നെ ലോകത്തെമ്പാടുമുള്ള അറിയാവുന്ന മുഴുവൻ ആളുകളിൽ നിന്നും പണം പിരിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ദ്വാരപാല വിഗ്രഹവും കട്ടിളപ്പടിയുടെ ഭാഗമായി വരുന്ന ഈ പാളികളും സ്വർണ്ണപ്പാളികളും എല്ലാം കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായി അത് വിറ്റ് കാശാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിലേക്കൊക്കെ അന്വേഷണം പോവുകയും ചെയ്യും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരന് ഒറ്റയ്ക്ക് ഈ കളവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് നയിച്ചത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകളാണ്, ഉദ്യോഗസ്ഥരുടെ ഒപ്പം നിന്നിട്ടുള്ള തട്ടിപ്പുകളാണ്. ഇവരിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുമായി ബന്ധപ്പെട്ടവരും മാറ്റി നിർത്തിക്കൊണ്ട് അവരിലേക്ക് കൂടി അന്വേഷണം ദീർഘിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ ഇനിയിപ്പോൾ ഹൈക്കോടതി പറയുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയുക. അടുത്ത ഇടക്കാല റിപ്പോർട്ട് വരുമ്പോഴേക്കും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. റോഷ്നി, അതാണ് പ്രസാദ് പറഞ്ഞതിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ ബോർഡിൽ തന്നെ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. SITക്ക് മുന്നിൽ ദേവസ്വം ബോർഡിലെ ആരുടെയൊക്കെ മുട്ടുപിറയ്ക്കുമെന്നുള്ളതാണല്ലോ മറ്റൊരു ചോദ്യം. റഷീദ് കൂടി ചേരുകയാണ്. റഹീസ്, ഇതിപ്പോൾ ഈ നവംബർ 15-നകം തന്നെ കാര്യമായ എല്ലാവരെയും ചോദ്യം ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ നിലവിൽ ഈ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ച് ചോദ്യം ചെയ്യുമായിരിക്കും, മാക്സിമം വിവരങ്ങൾ തേടുമായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ഈ ഭരണ സമിതിയിലേക്ക് കടക്കുക? എങ്ങനെയായിരിക്കും ആ ഒരു SITയുടെ നീക്കം? റോഷ്നി, പോറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ആദ്യഘട്ടത്തിൽ SIT എടുത്ത ഒരു സ്ട്രാറ്റജി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദകൃഷ്ണൻ അടക്കമുള്ള അനന്തസുബ്രഹ്മണ്യം അടക്കമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്തത്. അടുത്ത 1-2 ദിവസങ്ങളിൽ കൂടി രമേശ്, നാഗേഷ്, കൽപേഷ് ആ രീതിയിലേക്കായിരിക്കും അന്വേഷണം പോവുക. അത് കഴിഞ്ഞായിരിക്കും ഉദ്യോഗസ്ഥരിലേക്ക് SITയുടെ ടീം കടക്കുക. ഉദ്യോഗസ്ഥരിൽ ഇപ്പോൾ 2 FIRലുമായി 10 പ്രതികളാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. ആദ്യത്തെ FIRൽ 9 പേരും രണ്ടാമത്തെ FIRൽ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും എന്ന നിലയ്ക്കാനുള്ളത്. പക്ഷേ ഇതിൽ 10 പേരെയും ആ രീതിയിൽ ഇതിനകത്തൊരു ഗൂഢാലോചന അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന തരത്തിൽ ഉദ്യോഗസ്ഥർ കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു, സുനിൽകുമാർ, ജയശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ആ തരത്തിൽ ഇടപാടുകൾ നടത്തിയത്. മറ്റു ചിലർക്ക് ടെക്നിക്കലായി അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്ത തരത്തിലുള്ള ടെക്നിക്കൽ, ഇപ്പോൾ തിരുവാഭരണ കമ്മീഷണർക്ക് ആ സമയത്ത് അവിടെ പോകാൻ പറ്റിയില്ല. അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ് ഉള്ളത് എന്നതാണ് അന്വേഷണ സംഘത്തിൽ
നിന്ന് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഈ 10 പേരെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിയിട്ടുണ്ട്. അവരെയും ചോദ്യം ചെയ്ത് വിവരങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും ഏറ്റവും അവസാനമായിരിക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരിക. 3 പേരാണ് ദേവസ്വം ബോർഡിന്റെ 2019 ഭരണസമിതി അംഗങ്ങളായ ആളുകളാണ് സംശയത്തിലുള്ളത്. അത് A. പത്മകുമാറും KP ശങ്കർദാസും N. വിജയകുമാറുമാണ്. ഈ 3 ആളുകളിലേക്കും ഏറ്റവും അവസാനം പോവുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ സ്ട്രാറ്റജി. അതിനു മുമ്പ് അവർക്കെതിരായി എന്തെങ്കിലും തെളിവുകളും രേഖകളും ഉണ്ടെങ്കിൽ അത് പോറ്റിയിൽ നിന്നും പോറ്റിയുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുദ്യോഗസ്ഥരിൽ നിന്നും കളക്ട് ചെയ്തതിനു ശേഷം അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അവർക്കെതിരായ തെളിവുകളെല്ലാം കയ്യിൽ വെക്കുക എന്ന സ്ട്രാറ്റജിയാണ് അന്വേഷണ സംഘം സ്വീകരിക്കുക. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. കോടതി ഇന്ന് നടത്തിയ പരാമർശങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഒപ്പം SITയുടെ നീക്കം എന്തായിരിക്കും, ഇതുവരെ നടന്നത് എന്താണ് എന്നുള്ള വിശദാംശങ്ങളിലേക്കും നമ്മൾ കടന്നു.